ഹേമു ഗ്രൂപ്പ് എന്ന വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ഓഡിറ്റ് ടീമിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് നായകനായ നോക്കി ജോ. അവിടെ 3 ഓഡിറ്റ് ടീംസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 2 ടീംസും വളരെ പ്രാധാന്യമുള്ള രഹസ്യ സ്വഭാവമുള്ള കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ടീം 1ലെ തന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു എംപ്ലോയിയാണ് മിസ്റ്റർ നോ. ഇതിനു മുമ്പ് അവന്റെ ടീം ലീഡർ ആയിരുന്ന ഒരു ഹയർ ഒഫീഷ്യൽ അവരുടെ കമ്പനിയുടെ രഹസ്യങ്ങളൊക്കെ കോമ്പറ്റീറ്റർക്ക് ചോർത്തി കൊടുക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് ഇവർ രഹസ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെളിവ് സഹിതം അയാളെ പോയി ചോദ്യം ചെയ്യുന്നതും അയാളെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതും കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിറ്റേ ദിവസം അവൻ ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അവനെ പിടിച്ച് മാറ്റി നിർത്തി ഫോഴ്സ്ഫുള്ളി കിസ് ചെയ്യും. അത് അവന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. ആ പെൺകുട്ടിയുടെ കല്യാണമാണ്. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ വഴക്ക് പറയും. കല്യാണത്തിന് മുമ്പ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ നിന്റെ കല്യാണത്തിന് വരാം, നല്ലൊരു എമൗണ്ട് ഗിഫ്റ്റായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെയർകേസിന്റെ അവിടേക്കുള്ള വാതില് അടയുന്നത് അവൻ ശ്രദ്ധിക്കും. ആരോ കണ്ടു എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണെന്നറിയാൻ ഇവൻ പുറകെ ചെന്ന് നോക്കും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ബാക്ക് മാത്രമേ കാണത്തുള്ളൂ, മിന്നായം പോലെ കാണത്തുള്ളൂ. ആരാണെന്ന് മനസ്സിലാകത്തില്ല. നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് ഉടനെ തന്നെ അടുത്ത പ്രൊമോഷനും നോയ്ക്ക് ഉണ്ടാവും എന്നൊക്കെ ഒരു ടീമേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ടീമേറ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് ജോ ഇന തിരിച്ച് ജോയിൻ ചെയ്യുകയാണെന്ന് അവരോട് പറയും. ഓവർസീസ് ബ്രാഞ്ചിൽ വർക്ക് ചെയ്യായിരുന്നു ഇന ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി വരികയാണെന്നുള്ള വാർത്ത കാട്ടുതീ പോലെ അവിടെ എല്ലായിടത്തും സ്പ്രെഡ് ആവും. ശരിക്കും തിരിച്ച് ഇവിടേക്ക് വരികയാണോ, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോയിൻ ചെയ്യുന്നതെന്നൊക്കെ എംപ്ലോയീസ് പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും അവരുടെ കൊളീഗ്സിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. നിങ്ങൾ ആരാണ് ഇപ്പോൾ ലിഫ്റ്റിലുള്ളത്, ഏത് ഫ്ലോറിലാണ് ഇറങ്ങുന്നതെന്ന് മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എല്ലാവർക്കും പേടിയാണ്. ഇന എങ്ങോട്ടേക്കാണ് ചെല്ലുന്നതെന്ന് അറിയാത്തതുകൊണ്ട് എല്ലാവരും പാനിക് ആയിട്ട് എല്ലാ സാധനങ്ങളും അടുക്കി വെക്കുന്നു, അവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നു, ആകെ ബഹളമാണ്. ഓരോ ഫ്ലോർ കഴിയുമ്പോഴും അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലാന്ന് അറിയുന്നത് തന്നെ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ ആശ്വാസമാവും. അങ്ങനെ നോക്കി നോക്കി ഇരിക്കുമ്പോൾ 14th ഫ്ലോറിലാണ് ഇവിടെ ഇറങ്ങുന്നത്. അവിടെ പ്ലാനിംഗ് ടീമും ഓഡിറ്റ് ടീമും ആണുള്ളത്. പ്ലാനിംഗ് ടീം ഇങ്ങനെ പേടിച്ചിരിക്കുന്നുടനെ അവിടേക്ക് ഒരു ഡെലിവറി ബോയ് വരും. ഇനി അങ്ങോട്ടേക്കല്ല വന്നതെന്ന് അറിയുമ്പോൾ അവര് ഡെലിവറി ബോയെ എടുത്താണ് ആ സന്തോഷം ആഘോഷിക്കുന്നത്. എനിക്കും അറിയത്തില്ല എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. അവൾ ലിഫ്റ്റില് അവൾക്ക് മെയിൽ വരുന്നത് നോക്കി നിൽക്കുകയാണ്. HR ആയ മിസ് ബു കുറെ ആലോചിച്ചതിന് ശേഷമാണ് അവളെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസൈൻ ചെയ്യുന്നത്. അവൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും ഇന സംസാരിക്കുന്നത്. കേട്ടതൊക്കെ വെറും റൂമേഴ്സ് ആണെന്ന് അവിടെയുള്ള എല്ലാവരും ആശ്വസിക്കും. ഹെമു ഗ്രൂപ്പിന്റെ സബ്സിഡറി കമ്പനിയായ ഹെമു ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഓഡിറ്റ് 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് അവിടെ എംപ്ലോയി ആയിരുന്ന ഒരാളാണ്. ഇന വരുമ്പോൾ തന്നെ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യാനായിട്ട് കൊണ്ടുചെല്ലും. ഞാൻ 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യായിരുന്നു. 5 വർഷമായിട്ട് ഇവിടെ വന്നതിന് ശേഷം അവിടുത്തെ ഓഡിറ്റൊക്കെ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയാണ് പ്രശ്നമുള്ളത്, പ്രശ്നമില്ലാത്തതെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നൊക്കെ ഇയാൾ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല, ഇനി മുതൽ ആ കമ്പനി ഇയാൾ ഓഡിറ്റ് ചെയ്യേണ്ടെന്ന് പറയും. കമ്പനിയുടെ പുതിയ റൂളാണ്. 2 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തന്നെയല്ല, ഇയാൾ നേരത്തെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത്രയും വർഷമായിട്ട് അവിടുത്തെ ഓഡിറ്റ് കൈകാര്യം ചെയ്തിട്ട് യാതൊരു കുറ്റവും കണ്ടുപിടിക്കാനില്ല എന്ന് പറയുമ്പോൾ അത് സംശയാസ്പദമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടും. അയാളോടുള്ള ഇവളുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ആളെപ്പറ്റി കേട്ടതൊക്കെ ശരിയായിരുന്നു എന്ന് മനസ്സിലാവും. അവരെല്ലാം അന്നേരം തന്നെ പുതിയ ജോലി നോക്കാനും അവർക്ക് ബാങ്ക് ബാലൻസ് എത്രയുണ്ടെന്നൊക്കെ നോക്കാനൊക്കെ തുടങ്ങും. എല്ലാവരും പേഴ്സണലി എന്നെ വന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവള് മീറ്റിംഗ് റൂമിലേക്ക് പോകും. ടൈമറൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തരടുത്തും സംസാരിക്കുന്നത്. പുറത്ത് വരുമ്പോൾ ഒന്നുകിൽ അവർ കരഞ്ഞോണ്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വളരെ പേടിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ അവസാനം നോയുടെ ടേൺ ആവും. അവൻ ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് അധികം സംസാരിക്കാനൊന്നുമില്ല, 3 മിനിറ്റ് സംസാരിക്കാനുള്ളൂ, ഇയാൾ നല്ലൊരു പെർഫോമർ ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്റെ ലക്കായിരുന്നു എന്ന് പറയും. അപ്പൊ ഇയാളുടെ ലക്ക് കാരണമാണ് ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ എന്ന് അവള് ചോദിക്കുന്നുണ്ടേ. അവൾക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവന് മനസ്സിലാവും. ലക്ക് മാത്രമല്ല, എന്റെ ഹാർഡ് വർക്കും ഉണ്ടെന്ന് പറയും. എന്തായാലും ഒരു ചെറിയ മാറ്റമുണ്ട്. ഇയാൾ ഇനി മുതൽ ടീം 1ലായിരിക്കത്തില്ല ജോലി ചെയ്യുന്നത്, ടീം 3ലാണ്. അവിടെ ആളുകളുടെ അഫയേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇയാളായിരിക്കും എന്ന് പറയും. ഇത് അവനൊരു ഷോക്കായി പോകും. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്, ഞാനൊരു പ്രൊമോഷനാണ് പ്രതീക്ഷിച്ചത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതവനെ ഡിമോട്ട് ചെയ്ത പോലെയാണ് അവന് തോന്നുന്നത്. ഇയാളാണ് ഈ ജോലിക്ക് പറ്റിയതെന്നാണ് അവൾ മറുപടി കൊടുക്കുന്നത്. അവന്റെ ടീംമേറ്റ്സും ഇത് പ്രതീക്ഷിക്കുന്നില്ല. അവരും അവനൊരു പ്രൊമോഷനാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ടീം 3യിലെ ആളുകളെല്ലാം നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരവനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവിടെയാണെങ്കിൽ പുറകെ ചുമ്മാ ഒരാവശ്യമില്ലാതെ കംപ്ലൈന്റ് പറയാനായിട്ട് ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇവനാകെ മടുക്കും. പിന്നീട് കാണിക്കുന്നൊരു ഹൗസ് വൈഫിനെയാണ്. ഡിന്നറിന് സമയമായി എന്ന് മനസ്സിലാവുമ്പോൾ അവര് ഹസ്ബൻഡിനെ വിളിച്ചു നോക്കും.
വിളിക്കുമ്പോൾ അയാൾ എടുക്കത്തില്ല. ഇവർ പുറകെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹസ്ബൻഡ് ഓഫീസിൽ ബിസിയാണ്. ഒരു കൊളീഗ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അയാൾ വർക്ക് റിലേറ്റഡ് കാര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ പെൺകുട്ടിയാണ് ഇയാളുടെ ഫോൺ അടിക്കുന്നതെന്ന് അയാളോട് പറയുന്നത്. ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, ഞങ്ങൾക്ക് ഇന്നൊരു ടീം ഡിന്നർ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് വരത്തില്ല എന്ന് അയാൾ പറയും. അന്നേരം തന്നെ ഈ പെൺകുട്ടി കുറെ നാളായല്ലേ ഹസ്ബൻഡ് വീട്ടിലേക്ക് സമയത്തിന് വന്നിട്ട്, നേരത്തെ വിടാനായിട്ട് ഇനി ശ്രമിക്കാമെന്ന് പറയും. വൈഫിന് ദേഷ്യമോ, അവളാരാണ് എൻ്റെ ഹസ്ബൻഡിനെ നേരത്തെ വിടാമെന്ന് പറയാമെന്നൊക്കെ ആലോചിച്ചിട്ട് ഇവര് ദേഷ്യത്തിൽ അവിടുന്ന് പൂവൊക്കെ പിച്ചിപ്പറിച്ച് കളയുകയും ഗ്ലാസ് ഒക്കെ എടുത്തെറിയുകയും ചെയ്യും. കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ജയൂള് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത മറ്റൊരാളെയും ഇനയെയും HR-നെയും കൂടി മീറ്റിംഗ് റൂമിലേക്ക് വിളിപ്പിക്കും. HR-ഉം ഇനയും തമ്മിൽ നല്ല റിലേഷനിലല്ലാന്ന് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ജയൂള് ഇനയുടെ സംസാരം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ജയൂള് ചോദിക്കുമ്പോൾ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കത്ത് പോലും ഇല്ലായിരുന്നല്ലോ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. അവളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മറ്റേ ആൾ അന്തം വിട്ടിരിക്കുകയാണ്. പിയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നതെന്നൊന്നും ശ്രദ്ധിക്കാതെ അവൾ ഫുഡൊക്കെ കഴിച്ച് ആരെയും കൂസാത്ത ഭാവത്തിലാണ്. സംസാരമല്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോയാലോ എന്ന് മറ്റേ മാനേജർ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇനി അതിന് നിൽക്കത്തില്ല. ഞാൻ ഇന്ന് എൻ്റെ പേരൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്, എൻ്റെ വൈഫും എന്നെ കാത്തിരിപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ട് VPയും അവിടുന്ന് പോകും. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ VPയുടെ സെക്രട്ടറി അയാളെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ പക്ഷേ പറഞ്ഞ കൂട്ടുള്ള അന്തരീക്ഷമൊന്നുമല്ല. ആരും പരസ്പരം സംസാരിക്കുന്നൊന്നുമില്ല. ടേബിൾ നിറച്ചും ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാവരും സൈലന്റ് ആയിട്ടിരുന്ന് പരസ്പരം മുഖത്ത് നോക്കാതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈഫാണെങ്കിൽ വീണ്ടും ഹസ്ബൻഡിനെ വിളിക്കും. അയാൾ എടുക്കാത്തപ്പോൾ മെസ്സേജസ് അയക്കും. എത്ര പേരുണ്ട് ടീം ഡിന്നറിന്, എല്ലാവരും വരുന്നുണ്ടോ, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എത്ര മണിക്ക് തീരും, വീട്ടിലെപ്പോൾ വരും, ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ടാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാൾ ഒന്നിനും റിപ്ലൈ കൊടുക്കത്തില്ല. അങ്ങനെ ഇവർക്ക് ദേഷ്യം വരും. ഓഫീസിന് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർ പോകാൻ സാധ്യതയുള്ളിടത്തെല്ലാം ഇവര് ഓരോരോ ഹോട്ടലായിട്ട് കയറി ഇറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ നടന്ന് ഇവർ തളരും. അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കാർ പാർക്ക് ചെയ്തിട്ടിട്ട് രണ്ടുപേര് അതിനകത്ത് മേക്കൗട്ട് ചെയ്യുന്നത് കാണുമ്പോൾ വാതിൽ തുറക്കാനായിട്ട് പറഞ്ഞിട്ട് ഇവർ ചെന്നിട്ട് ഗ്ലാസ്സിലിട്ട് തട്ടിക്കൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ ഹിസ്റ്ററിക്കായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ നീ എന്താ ഇവിടെയും ചോദിച്ചിട്ട് ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വരും. ഹസ്ബൻഡും കൊളീഗ്സും എല്ലാം ഉണ്ട്. അവരുടെ ടീംമേറ്റ്സ് മുഴുവൻ ഇയാളുടെ വൈഫ് ഇങ്ങനെ പെരുമാറുന്നത് കാണും. വീട്ടിലെത്തി കഴിയുമ്പോൾ അയാൾ ദേഷ്യപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ഒരു മെസ്സേജിന് റിപ്ലൈ തരാനായിട്ട് സമയമില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എത്ര ബിസി ആയിരുന്നെന്ന് നിനക്കറിയാമോ, നിനക്ക് എങ്ങനെയാണ് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നത്, നീ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, അതൊന്നും നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ ദേഷ്യത്തിന് അകത്തേക്ക് കയറിപ്പോകും. ഇവരാണെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അയാളും അയാളുടെ കൊളീഗും തമ്മിൽ അഫെയർ തന്നെയാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഷർട്ടും കോട്ടും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും. നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഹെയർ സ്ട്രാൻഡ് കിട്ടും. പിറ്റേ ദിവസം തന്നെ ഇവരെ പരാതി കൊടുക്കാനായിട്ട് ഓഡിറ്റ് ടീമിനെ കാണാനായിട്ട് വരും. തെളിവായിട്ട് കൊടുക്കുന്ന ഈ ഹെയർ സ്ട്രാൻഡ് ആണ്. അത് വെച്ച് മാത്രം അന്വേഷിക്കാൻ പറ്റത്തില്ല എന്ന് നോ പറയാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ടീം ലീഡർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവര് നോയെ ദേഷ്യപ്പെട്ടെന്ന് നോക്കും. ശരിക്കും ഇവർക്ക് തോന്നിയ ഒരു സംശയത്തിൽ നിന്നാണ് ഇത്രയും പ്രശ്നമാവുന്നത്. ഞാൻ അന്ന് മുതൽ ഇവരെ ശ്രദ്ധിക്കുകയാണ്. എനിക്ക് ഇതിൽ കൂടുതൽ തെളിവൊന്നും തരാനായിട്ട് പറ്റത്തില്ല, ഇതാണ് എൻ്റെ തെളിവെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ, നീ എന്തായാലും പോയി ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് നോയെ പറഞ്ഞ് ടീം ലീഡർ വിടും. ഇവൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവര് ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണും. തിരിച്ചു വരുമ്പോഴത്തേക്കിനും ടീമേറ്റ്സ് ഒക്കെ തലേ ദിവസം സംഭവിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കും. അവർക്ക് സംശയരോഗമാണെന്ന് തോന്നുന്നു, അവരെന്താണ് ഇന്നലെ അങ്ങനെയൊക്കെ പെരുമാറിയത്, ഞാനാകെ പേടിച്ചു പോയി എന്നൊക്കെ അവർ പരസ്പരം പറയും. പക്ഷെ ഒരു പെൺകുട്ടി ന്യായീകരിച്ച് പറയുന്നുണ്ട്, അയാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ തന്നെയാണ്, വീട്ടിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ സമയം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സ്വാഭാവികമായും അവർക്ക് സംശയം തോന്നും. അയാൾ ഒന്നുകിൽ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം, ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ തോന്നുന്നതൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ തെളിവായിട്ട് കിട്ടിയ ആ ഹെയർ സ്ട്രാൻഡ് ട്രാഷ് ക്യാനിൽ കളഞ്ഞിട്ടാണ് ടീംമേറ്റ്സിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ടീം ലീഡർ അവർക്ക് വളരെ രഹസ്യമായിട്ട് ഒരു ടിപ്പ് കിട്ടി, അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് മോളിൽ നിന്ന് ഓർഡർ ഉണ്ട്, അവരുടെ ഗാർഡനിൽ ആരോ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ടെന്ന് പറയും. ബാക്കിയൊന്നും ഇപ്പൊ അന്വേഷിക്കേണ്ട, ആദ്യം തന്നെ ഇതിന് തെളിവ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടി അതിന് വേണ്ടിയിട്ട് ഓഫീസിലെ ഗാർഡനിലേക്ക് പോകും. ഇവനാണെങ്കിൽ ആകെ ദേഷ്യമോ, ഈ വക കാര്യങ്ങളൊക്കെയാണല്ലോ ഹാൻഡിൽ ചെയ്യേണ്ടത്, എത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേസസ് ഒക്കെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്സസ് സോങ് വിളിക്കും. പിറ്റേ ദിവസം ആയിട്ടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പറയാമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. വിളിക്കുന്നുണ്ടേ, ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേറൊരു കാര്യം അന്വേഷിക്കാനുണ്ട്, അതിനുശേഷമേ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അന്വേഷണത്തിന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്യും. ഇവർ പുറകെ വീണ്ടും വിളിക്കും. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പറയാമെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവനാകെ ദേഷ്യം വന്നിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ശല്യം ചെയ്തത്, അവർ തമ്മിൽ ഒന്നുമില്ല, അവരെ കൊളീഗ്സ് മാത്രമാണ്, നിങ്ങൾക്ക് സംശയരോഗമാണ്, എത്രയും പെട്ടെന്ന് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണമെന്ന് പറഞ്ഞിട്ട്
ദേഷ്യത്തിൽ കോൾ കട്ടി. ഈ ഹസ്ബൻഡും കൊളീഗും അടുത്ത് ഇടപഴകുന്നത് കണ്ടുകൊണ്ടാണ് ഇന ലിഫ്റ്റിലേക്ക് കയറുന്നത്. എന്നാലും നോയും അങ്ങോട്ടേക്ക് വരും. സോങ്ങിനെ പറ്റിയുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചു. ഇയാൾ എന്താണ് കൂടുതൽ തെളിവുകളൊന്നും കളക്ട് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ, സോൾഡ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും കിട്ടിയില്ല എന്ന് അവൻ പറയും. അവൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസസ് ഒന്നും പറയാത്തത് എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ എളുപ്പം നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയല്ലേ വേണ്ടതെന്ന് അവൾ ചോദിച്ചോണ്ട് നിൽക്കുമ്പോൾ സോങ്ങിന്റെ ടീം മെമ്പേഴ്സും അന്നേരം അവരുടെ കൂടെ ലിഫ്റ്റിലേക്ക് വരും. അവൾ നോക്കുന്നുണ്ടെ സോങ്ങും കൊളീഗും ഇല്ല. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയാമെന്നുള്ള രീതിക്ക് അവൾ സംസാരിക്കുമ്പോൾ അവരെ റെക്കഗ്നൈസ് ചെയ്തല്ലോ എന്നുള്ള സന്തോഷമാണ് ആ എംപ്ലോയീസിന്. എല്ലാവരെ പറ്റിയും എല്ലാം അറിയാം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരെ എനിക്കറിയാം എന്നൊക്കെ അവിടെ ഒരു റൂമറുണ്ട്. അത് സത്യമാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. അവരുടെ പേരെടുത്ത് വിളിച്ച് സംസാരിച്ചതിലൊക്കെ അവർക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ സോങ്ങും ആ കൊളീഗും പ്രസന്റേഷൻ ഫിനിഷ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നില്ല എന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളും തിരിച്ചു പൊക്കോളൂ, ഒരുപാട് ജോലി ചെയ്യാനുള്ളതല്ലേ, ഇന്ന് എൻ്റെ വക ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവള് മനഃപൂർവ്വം അവരെ തിരിച്ചു പറഞ്ഞു വിടും. അവരവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ കാണുന്നത് ഇവർ തമ്മിൽ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അവർ തമ്മിൽ അഫയർ ആയിരുന്നു. വിദഗ്ധമായിട്ട് ടീംമേറ്റ്സിനെയൊക്കെ പറ്റിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് മനസ്സിലായതുകൊണ്ടാണ് തിരിച്ചവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. എനിക്ക് നാളെ തന്നെ മിസ്റ്റർ സോങ്ങിന്റെ കേസിൽ പുതിയൊരു റിപ്പോർട്ട് വേണമെന്ന് ഇനം പറയുമ്പോൾ അതെന്തിനാണെന്നാണ് ചോദിക്കും. അതിന്റെ റീസൺ ഇയാൾക്ക് നാളെ മനസ്സിലാവും, ചിലപ്പോൾ ഇന്ന് തന്നെ മനസ്സിലാവുമായിരിക്കും എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഒരു കാർ സ്പീഡിൽ അവരുടെ നേർക്ക് വരും. എന്ത് ചെയ്യണമെന്നറിയാതെ ഇവളിങ്ങനെ നിൽക്കുമ്പോൾ നോയാണ് ഇതിനെ പിടിച്ചു മാറ്റുന്നത്. ഡ്രൈവർ റെക്ലെസ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇടിച്ചു തെറിപ്പിച്ചാണ് കാർ കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. രണ്ടുപേരും കൂടി താഴെ വീണിട്ടുണ്ടാവും. ഇനെ എഴുന്നേറ്റിട്ട് അവനെ എഴുന്നേക്കാൻ ഹെൽപ്പ് ചെയ്യും. അവന്റെ തലയൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടേ അതിന്ന് സോങ്ങിന്റെ വൈഫ് ഇറങ്ങും. അവരെ കാണുമ്പോൾ തന്നെ നോ റെക്കഗ്നൈസ് ചെയ്യും. മിസ്സസ് സോങ് ആണെന്ന് പറയുമ്പോൾ ഇനയും അവരെ നോക്കും. ഇയാൾ എന്താണോ എന്നോട് പറഞ്ഞത്, എനിക്ക് സംശയരോഗമാണ്, ഡോക്ടറിനെ കാണണമെന്ന്. അവർ വേണം ഡോക്ടറിനെ കാണാൻ, അവർ തമ്മിൽ അഫയർ ആണ്, ഇയാൾ അത് കണ്ടുപിടിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇവരെ ദേഷ്യത്തിൽ അലറി അവിടെ കിടന്ന ഒരു കമ്പി എടുത്ത് ഇവനെ അടിക്കാനായിട്ട് വരും. പേടിച്ചിട്ട് ഇവൻ ബാക്കിലേക്ക് മാറുമ്പോൾ ബാലൻസ് തെറ്റി താഴെ വീഴും. ഇനയാണ് ഇവനെ പിടിച്ചു നിർത്തുന്നത്. ആ ഷോക്കിൽ ഇവൻ ഇനെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അവന്റെ ബോധം പോകും.